ഹായ് ഹലോ, നമ്മുടെ ഔട്ട്ലെറ്റിലേക്ക് പുതിയ ലോഡ് എത്തിയിട്ടുണ്ട് കേട്ടോ. അതെ, ഓൺ റൂട്ടഡ് പ്ലാന്റുകളുടെ കളക്ഷനാണ് ഇക്കുറി ലോഡിലുള്ളത്. അതെ, ഇത് കണ്ടോ, ഇത് ഏതാണെന്നറിയാമോ? ഇത് ജസ്റ്റ് ഇമാജിൻ റോസാണ്. ജസ്റ്റ് ഇമാജിൻ റോസിൻ്റെ ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ഇപ്പോൾ സ്റ്റോക്കിലെത്തിയിട്ടുണ്ട്. ജസ്റ്റ് ഇമാജിൻ മാത്രമല്ല, നമ്മുടെ വയലറ്റ് റോസ്, അങ്ങനെ പല പല വെറൈറ്റി റോസുകളുടെ ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമോ? നമ്മൾ കമ്പ് വെട്ടി വെച്ച് മുളപ്പിച്ചെടുക്കുന്ന റോസുകളാണ്. ഒരുപാട് കാലം നിന്ന് ഒരുപാട് പൂക്കൾ തരുന്ന ഇനം റോസുകളാണ് ഈ കമ്പ് വെട്ടി വെച്ചെടുത്ത റോസുകൾ. അതിൻ്റെ നമ്മുടെ ഓർക്കിഡ് റോസിൻ്റെ ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ഇത്തരം റോസുകളിലൊക്കെ വരുന്നത് വളരെ റെയറായിട്ട് വരുന്നതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ കളക്ട് ചെയ്യാൻ മടിക്കേണ്ട. ഒത്തിരി വെറൈറ്റി റോസ് പ്ലാന്റ്സ് ഇപ്പോൾ ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് എത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, റോസുകൾ മാത്രമല്ല, മറ്റുള്ള വെറൈറ്റി പ്ലാന്റ്സുകളും ഇക്കുറി നമുക്ക് സ്റ്റോക്ക് എത്തിയതിലുണ്ട് കേട്ടോ. ഒരുപാട് പുതിയ വെറൈറ്റീസ് എത്തിയിട്ടുണ്ട്. നമ്മുടെ എന്താ പറയുക, വൈറ്റ് ക്രീപ്പർ റോസാണ്. വൈറ്റ് ക്രീപ്പർ റോസ് മാത്രമല്ല, പിങ്ക് ക്രീപ്പർ റോസ് എത്തിയിട്ടുണ്ട്, റെഡ് ക്രീപ്പർ റോസ് എത്തിയിട്ടുണ്ട്, വലിയ റെഡിൻ്റെ ക്രീപ്പർ റോസ് എത്തിയിട്ടുണ്ട്. അങ്ങനെ ക്രീപ്പർ റോസിൽ തന്നെ കുറേ കളക്ഷൻസ് ഇക്കുറി എത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, കുറേ വെറൈറ്റി പൂമരങ്ങൾ എത്തിയിട്ടുണ്ട്, കുറേ വെറൈറ്റി ഫ്ലവറിങ് പ്ലാന്റ്സ് എത്തിയിട്ടുണ്ട്. അപ്പോൾ പൂമരങ്ങളെന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, നമ്മുടെ മന്ദാരത്തിൻ്റെയൊക്കെ അടിപൊളി തൈകൾ, പൂത്ത് തുടങ്ങിയ തൈകൾ തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ മന്ദാരം പിങ്ക്, വൈറ്റ്, യെല്ലോ, അങ്ങനെ 3 ഷെയ്ഡുകളിലുള്ള തൈകൾ നമുക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ജെറേനിയം ട്രീ, അതൊക്കെ റയർ പ്ലാന്റാണ് ജെറേനിയം ട്രീയുടെ. അതുപോലെ നമ്മുടെ നീർമാതള പൂക്കളുടെ തൈകളൊക്കെ നമുക്ക് സ്റ്റോക്കിലുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരുപാട് വെറൈറ്റി പൂമരങ്ങളുടെ തൈകൾ സ്റ്റോക്കിലുണ്ട്. അതുപോലെ തന്നെ ഫ്ലവറിങ് പ്ലാന്റ്സുകളുടെയും കുറ്റിച്ചെടികളുടെയും നല്ലൊരു കളക്ഷൻ ഇപ്പോൾ സ്റ്റോക്കിലെത്തിയിട്ടുണ്ട്. നമ്മുടെ നിക്കോഡിയ, വെള്ളം വേണ്ടാത്ത കുറ്റിച്ചെടി ഉണ്ടല്ലോ, നിക്കോഡിയ പോലത്തെ കുറ്റിച്ചെടികളുടെ പ്ലാന്റ്സ് ഉണ്ട്. നിക്കോഡിയയുടെ ഗ്രീൻ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. സാധാരണ ആഷ് കളർ നിക്കോഡിയ അല്ലേ, അതിൻ്റെ ഗ്രീൻ നമുക്കിപ്പോൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ ലോഡിൽ വന്ന പ്രധാനപ്പെട്ട ചെടികളെ ഒന്ന് പറഞ്ഞു പോകാൻ മാത്രമാണ്. അതോടൊപ്പം ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം കേട്ടോ. നമുക്ക് ഡയറക്റ്റ് ഔട്ട്ലെറ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് ഔട്ട്ലെറ്റിലേക്ക് വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് വഴിയോ വാട്സപ്പ് വഴിയോ ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ വെബ്സൈറ്റ് വഴിയോ വാട്സപ്പ് വഴിയോ നിങ്ങൾ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 10 to 15 വർക്കിംഗ് ഡേയ്സിലായിരിക്കും നിങ്ങൾക്ക് പ്ലാൻസ് അയക്കുക. 10 to 15 വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കൊറിയറിൻ്റെ സേഫ്റ്റി മാനിച്ച്, അതായത് പ്ലാന്റുകളുടെ സേഫ്റ്റി മാനിച്ച് തിങ്കൾ മുതൽ വ്യാഴം വരെയാണ് കൊറിയർ അയക്കുക. വെള്ളി ശനി നമ്മൾ അയക്കാറില്ല. കാര്യം അയച്ചു കഴിഞ്ഞാൽ കേരളത്തിനുള്ളിൽ 2 ദിവസത്തിനുള്ളിലാണ് നിങ്ങൾക്ക് കൊറിയർ കളക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഞായറാഴ്ച ഇടയ്ക്ക് വരുന്നത് കൊണ്ട് തന്നെ ചെടികൾ ഹോൾഡ് ആവാനും ഡാമേജ് ആവാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ വെള്ളി ശനിയൊക്കെ കൊറിയർ ഒഴിവാക്കിയിരിക്കുന്നത്. അപ്പോൾ ആഴ്ചയിൽ 4 ദിവസമാണ് നമ്മൾ കൊറിയർ അയക്കുക. അതുകൊണ്ട് തന്നെ 15 വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. 15 വർക്കിംഗ് ഡേയ്സിനുള്ളിലാണ് നമ്മൾ പ്ലാന്റ് അയക്കുക. എത്രയും വേഗത്തിൽ പ്ലാന്റ് വേണം എന്നുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യുകയായിരിക്കും ബെറ്റർ. ഈ 15 വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുമ്പോൾ പിന്നെ അതിൽ കുറേ പ്രശ്നങ്ങൾ വരാൻ കാര്യം, ഇപ്പോൾ ക്രിസ്മസ്, ന്യൂ ഇയർ അങ്ങനെയൊക്കെ ആഴ്ചയുടെ ഇടയ്ക്ക് അവധി വരുവാണെന്നുണ്ടെങ്കിൽ വർക്കിംഗ് ഡേയ്സിൽ വീണ്ടും കുറവുണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചെടികൾ അയക്കുന്നത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ നോക്കിയിട്ടാണ് അയക്കുക. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് മറ്റേത് പ്രൊഡക്റ്റും പോലെ എടുത്ത് അയക്കാൻ പറ്റുന്ന ഒന്നല്ല ചെടികളെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പെരിഷബിൾ പ്രൊഡക്റ്റാണ്, ഡാമേജ് ആയി പോകുന്ന പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ എന്താ പറയുക, സേഫ്റ്റി ഫാക്ടേഴ്സ് നോക്കി മാത്രമേ നമുക്ക് ചെടികൾ അയക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നോട്ടീസ് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചെടികൾ അയച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം തന്നെ ട്രാക്കിംഗ് ID നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ടെക്സ്റ്റ് മെസ്സേജായിട്ട് അപ്ഡേറ്റ് ആയി കിട്ടുന്നുണ്ടാവും. അങ്ങനെ ചെയ്തു തരുന്നത് തന്നെ ചെടികളാണ്. ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട് ലേറ്റ് ആയാൽ. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കളക്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാക്കിംഗ് ID ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽസ് എത്രയും പെട്ടെന്ന് തന്നെ ഇട്ട് തരുന്നത്. പക്ഷേ ട്രാക്കിംഗ് ID കിട്ടിക്കഴിഞ്ഞാലും ആ ചെടിയെക്കുറിച്ചൊന്ന് അന്വേഷിക്കുക പോലും ചെയ്യാതെ 8-10 ദിവസം കഴിയുമ്പോൾ വിളിച്ചിട്ട് എൻ്റെ ചെടി കിട്ടിയില്ല, നിങ്ങൾക്ക് തിരിച്ച് വന്നിട്ടുണ്ടാവുമല്ലോ, ഒന്ന് അങ്ങോട്ട് അയച്ചോളൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, ആ ചെടികൾ ഡാമേജായി പോയിട്ടുണ്ടാവും, നിങ്ങൾക്കും ഗുണമുണ്ടാവില്ല, അതുകൊണ്ട് ഞങ്ങൾക്കും ഗുണമുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് ചെടികൾ കളക്ട് ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പുള്ളവർ മാത്രമേ കൊറിയറിൽ ചെടികൾ ഓർഡർ ചെയ്യാവുള്ളൂ എന്നുള്ളതാണ്. വെറുതെ ചെടികളെ നശിച്ചു പോവേണ്ട അല്ലെങ്കിൽ നശിപ്പിച്ച് കളയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഇത് എടുത്തെടുത്ത് പറയുന്നത്. അത്യാവശ്യം പെട്ടെന്ന് ചെടികൾ വേണമെന്നുള്ളവർക്ക് ലോഡ് വരുന്ന സമയങ്ങളിൽ തന്നെ നമ്മുടെ ഔട്ട്ലെറ്റിലേക്ക് ഡയറക്റ്റ് വന്ന് കളക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഔട്ട്ലെറ്റ് ഇവിടെ ട്രിവാൻഡ്രമാണ്. ട്രിവാൻഡ്രത്ത് കഴക്കൂട്ടത്തിനും കണിയാപുരത്തിനും ഇടയ്ക്ക് പുത്തൻതോപ്പ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ടാണ്. ഇക്കുറി നമുക്ക് നല്ലൊരു വെറൈറ്റി ബോഗെയിൻവില്ല കളക്ഷൻസ് എത്തിയിട്ടുണ്ട്. ഇതാണ് വിൽപ്പനയ്ക്കുള്ള സൈസ് പ്ലാന്റുകൾ. അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്.
വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ കിടിലം പ്ലാന്റുകളോട് കൂടിയിട്ടുള്ള ഒരു ലോഡാണ് ഇക്കുറി എത്തിയിട്ടുള്ളത്. നമ്മുടെ പൗഡർ പഫ് വൈറ്റ്, ഒരുപാട് പേര് കാത്തിരുന്നതാണ് പൗഡർ പഫ് വൈറ്റ്. അപ്പോൾ വൈറ്റിൻ്റെ കുറച്ച് തൈകൾ എത്തിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഗന്ധരാജൻ, ഡോർഫ് ഗന്ധരാജൻ എന്ന് വേണ്ട കുറേ വെറൈറ്റീസാണ് ഇക്കുറി എത്തിയിട്ടുള്ളത്. അപ്പോൾ ആരും മിസ്സാക്കേണ്ട. ഡയറക്റ്റ് ഔട്ട്ലെറ്റിലേക്ക് വരുന്നവർക്ക് ഡയറക്റ്റ് തന്നെ വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അല്ല വെബ്സൈറ്റ് വഴിയോ വാട്സപ്പ് വഴിയോ ബുക്ക് ചെയ്യാവുന്നവർക്ക് അങ്ങനെയും ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്നവർ ഈ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് മാത്രം. അപ്പോൾ ഇതേ നമ്മൾ പ്ലാന്റുകളെ ഓരോ ദിവസവും ഇവിടെ അയച്ചു തുടങ്ങുന്നുണ്ട്. ഇന്നും ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ എന്താ പറയുക പാക്കിങ്ങിൽ പോകുന്നുണ്ട്. അപ്പോൾ ട്രാക്കിംഗ് ID കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങളുടെ പ്ലാന്റുകൾ കളക്ട് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. കാര്യം വീണ്ടും പറയുകയാണ്, കൊറിയറിൽ ഇരുന്ന് കഴിഞ്ഞാൽ പ്ലാന്റുകൾ ഡാമേജ് ആയി പോവും. മറ്റ് ഇൻഡോർ പ്ലാന്റുകളോ ഷെയ്ഡ് പ്ലാന്റുകളോ ഒന്നുമല്ല ഒരുപാട് ദിവസം ഇരിക്കാൻ വേണ്ടിയിട്ട്. റോസസും മറ്റ് പൂച്ചെടികളും ഒക്കെയാണ്. അത് അധിക ദിവസം കൊറിയറിൽ ഇരിക്കാത്തതാണ്. അപ്പോൾ കൊറിയർ അയച്ചു കഴിഞ്ഞു എന്ന് നിങ്ങൾക്ക് ഇൻറ്റിമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ കൊറിയർ കളക്ട് ചെയ്യാൻ വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക കേട്ടോ. കാര്യം പിന്നെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഹോം ഡെലിവറി അവൈലബിൾ അല്ല. കൊറിയർ ഓഫീസിൽ നിന്നായിരിക്കണം നിങ്ങൾ പ്ലാന്റുകൾ കളക്ട് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ ഹോം ഡെലിവറി തന്നെ വേണം, ഒട്ടും പോയി മേടിക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റ് വേണം എന്ന് ആവശ്യപ്പെടാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടുന്ന് സ്പീഡ് പോസ്റ്റിൽ അയക്കുന്നതായിരിക്കും. അപ്പോൾ സാധാരണ നമ്മൾ സ്പീഡ് ആൻഡ് സേഫ് കൊറിയറിലാണ് അയക്കുക. അത് എത്രയും പെട്ടെന്ന് 2 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടേതായ കൊറിയർ ഓഫീസുകളിൽ എത്തുന്നുണ്ട്. നിങ്ങൾ കളക്ട് ചെയ്യുക എന്നുള്ള കാര്യമാണ് എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുന്നുണ്ട്. ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സുകൾ എത്തിയിട്ടുണ്ട്. എല്ലാം ഒന്നും എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല. ഒത്തിരി വെറൈറ്റീസ് നിങ്ങളെ വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എന്തായിരുന്നാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ടാവും. ആ ബെൽ ബട്ടൺ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പോൾ ഉള്ള വീഡിയോസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഈ കാണുന്ന ചെടികളൊക്കെ പുതിയ ലോഡിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ പേരെനിക്കറിയില്ല. കുറേ വെറൈറ്റി പ്ലാന്റ്സ് ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പതുക്കെ പേരൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം നമ്മളത് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഡയറക്റ്റ് വന്ന് കളക്ട് ചെയ്യാനാണെങ്കിൽ ഇതിൻ്റെ ഒന്നും പാടില്ല. ഡയറക്റ്റ് വന്ന് നിങ്ങൾക്ക് നോക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ്സ് കളക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്താ പറയുക, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഒക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഞാൻ ടാറ്റ പറഞ്ഞ് പോവുകയാണ്. അത് മാത്രമല്ല ചെമ്പരത്തിയുടെ നല്ലൊരു കളക്ഷൻ നമുക്കിപ്പോൾ എത്തിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ചെമ്പരത്തികൾ എത്തിയിട്ടുണ്ട്. നാട്ടു ചെമ്പരത്തികളും ഹൈബ്രിഡ് ചെമ്പരത്തികളും എല്ലാം ചേർന്ന കിടിലൊരു കളക്ഷൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ചെമ്പരത്തിയും ആരും മിസ് ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ.